ഹലോ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ശരീരത്തെപ്പറ്റിയാണ്. പ്രത്യേകിച്ച് നമ്മൾ സാധാരണയായി പുറത്തു പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങളെപ്പറ്റി. ഒരുപാട് സ്ത്രീകൾ അവരുടെ ഉള്ളിൽ രഹസ്യമായി കൊണ്ടു നടക്കുന്ന ചില സംശയങ്ങളുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് കുറച്ചുകൂടി വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. എന്റെ ശരീരം നോർമലാണോ? ഈയൊരു ചോദ്യം നമ്മളിൽ പലരും എപ്പോഴെങ്കിലുമൊക്കെ നമ്മളോട് തന്നെ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? ശരിക്കും പറഞ്ഞാൽ വളരെ പേഴ്സണലായിട്ടുള്ള നമ്മുടെയൊക്കെ ഉള്ളിലുള്ളൊരു സംശയമാണത്. അപ്പോൾ പിന്നെ എന്താണ് ഇതിന്റെ സത്യാവസ്ഥയെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പെർഫെക്റ്റ് അല്ലെങ്കിൽ തികഞ്ഞ ശരീരം എന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റില്ലേ, അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. എന്തുകൊണ്ടാണ് ഒരേയൊരു പെർഫെക്റ്റ് ബോഡി എന്നതൊക്കെ വെറുമൊരു കെട്ടുകഥയാണെന്ന് പറയുന്നത്? നമുക്കതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ഇറങ്ങിച്ചെല്ലാം. സത്യം പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മുടെ സമൂഹം സ്ത്രീകളുടെ ശരീരത്തെപ്പറ്റി, പ്രത്യേകിച്ച് അവരുടെ പ്രൈവറ്റ് പാർട്സിനെപ്പറ്റി ഭയങ്കര ഇടുങ്ങിയതും ഒട്ടും റിയലിസ്റ്റിക് അല്ലാത്തതുമായ കുറേ സങ്കല്പങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട്. ഇത് കാരണം നമുക്ക് പലർക്കും ഒരുതരം നാണക്കേടും അയ്യോ എനിക്കെന്തോ കുഴപ്പമുണ്ടോ എന്നൊരു തോന്നലുമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്കൊരു സംശയം തോന്നും, എവിടുന്നാണ് ഈ തെറ്റിദ്ധാരണകളൊക്കെ വരുന്നത്? എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു സോഴ്സ്? അതിനൊരു സിമ്പിൾ ഉത്തരവുണ്ട്. നമ്മൾ സിനിമയിലും സോഷ്യൽ മീഡിയയിലും പിന്നെ എസ്പെഷ്യലി പോൺ സിനിമകളിലുമൊക്കെ കാണുന്ന ശരീരങ്ങളില്ലേ, അതൊന്നും റിയലല്ല. അതിൽ മിക്കതും സത്യം പറഞ്ഞാൽ റിയാലിറ്റിയെ മൊത്തത്തിൽ വളച്ചൊടിച്ച് കാണിക്കുന്നതാണ്. അപ്പോൾ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ മീഡിയാസൊക്കെ എപ്പോഴും ഒരൊറ്റ ടൈപ്പ് ബോഡിയാണ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞ് പൊക്കി കാണിക്കുന്നത്. നല്ല ഒതുങ്ങിയ, ഒരേ കളറുള്ള, ഒരു ചുളിവ് പോലുമില്ലാത്ത അങ്ങനത്തെ. പക്ഷെ സത്യം എന്താണെന്നറിയോ, ഇതൊക്കെ ഡിജിറ്റലായി എഡിറ്റ് ചെയ്തും ഫിൽട്ടർ ഇട്ടുമൊക്കെ നമ്മളെ കാണിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ശരീരം അങ്ങനെ അല്ലാത്തതുകൊണ്ട് അയ്യോ എനിക്കെന്തോ കുഴപ്പമുണ്ടോയെന്ന് നമുക്ക് തോന്നിപ്പോകും. ഓക്കേ, അപ്പോൾ നമുക്ക് ഈ കെട്ടുകഥകളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എന്താണ് റിയാലിറ്റി എന്ന് നോക്കാം. മനുഷ്യ ശരീരത്തിലെ എത്രത്തോളം വെറൈറ്റികൾ സ്വാഭാവികമായിട്ടുണ്ട് എന്നതിനെപ്പറ്റിയാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഇത് കേട്ടുകഴിയുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും, അത് ഷുവറാ. അപ്പോൾ നമുക്കാദ്യം ഒരു വാക്ക് പരിചയപ്പെടാം. വുൾവ. കേട്ടിട്ടുണ്ടോ? സ്ത്രീകളുടെ പുറമേ കാണുന്ന ജനനേന്ദ്രിയ ഭാഗങ്ങളെ മൊത്തത്തിൽ പറയുന്ന പേരാണത്. ഇതിൻ്റെ ഒരു ഭാഗമാണ് ലേബിയ, അതായത് യോനീദളങ്ങൾ. ഈ ലേബിയയ്ക്ക് പ്രധാനമായും 2 ഭാഗങ്ങളുണ്ട്. പുറത്തുള്ള വലിയ ചുണ്ടുകൾ, അതിനെ ലേബിയ മെജോറ എന്നും ഉള്ളിലുള്ള ചെറിയ ചുണ്ടുകളെ ലേബിയ മൈനോറ എന്നും പറയും. ഇത് ഓരോ സ്ത്രീയിലും എങ്ങനെയാണ് വെവ്വേറെ ഇരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഉള്ളിലുള്ള ലേബിയ മൈനോറ, അതിൻ്റെ പേരിൽ മൈനർ അഥവാ ചെറിയത് എന്നൊക്കെ ഉണ്ടെങ്കിലും ചില സ്ത്രീകളിൽ ഇത് പുറത്തുള്ളതിനേക്കാൾ വലുതായി പുറത്തേക്ക് തള്ളി നിൽക്കും. വേറെ ചിലർക്കാണെങ്കിലോ ഇത് ഒട്ടും കാണാത്ത രീതിയിൽ ഉള്ളിലേക്ക് ഒതുങ്ങിയായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കളറിലും ഷേപ്പിലും ചുളിവുകളിലുമൊക്കെയുള്ള വ്യത്യാസമില്ലേ, അതെല്ലാം 100% നോർമലാണ്. ഇതേപോലെ തന്നെയാണ് പുറത്തുള്ള ലേബിയ മജോറയുടെ കാര്യവും. ചിലർക്കത് കുറച്ച് തടിച്ചതും പഫിയുമായിരിക്കും, വേറെ ചിലർക്കാണെങ്കിൽ ശരീരത്തോട് ചേർന്ന് ഫ്ലാറ്റായിട്ടിരിക്കും. പിന്നെ അവിടുത്തെ രോമവളർച്ചയുടെ കാര്യം, ചിലർക്ക് നല്ല കട്ടിക്കുണ്ടാവും, ചിലർക്ക് കുറവായിരിക്കും. കളറിലും വ്യത്യാസമുണ്ടാവും. ഇതൊക്കെ തികച്ചും സാധാരണമായ കാര്യങ്ങളാ. ഇതിനെപ്പറ്റിയൊക്കെ ഒരുപാട് പഠിച്ചിട്ടുള്ള ആളാണ് ഡോക്ടർ എമിലി നഗോസ്കി. അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ വ്യത്യാസങ്ങളുണ്ടല്ലോ, ഇതെല്ലാം തികച്ചും നോർമലാണ്, ഹെൽത്തിയാണ്, പിന്നെ എന്താണെന്നറിയോ, അതൊക്കെ ഭംഗിയുള്ളതുമാണ്. അപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരം പെർഫെക്റ്റാണ്. അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, സ്നേഹിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് വേദനയോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഷേപ്പ് എന്തോ ആയിക്കോട്ടെ, അത് 100% നോർമലും പെർഫെക്റ്റുമാണ്. ശരിക്കുള്ള സൗന്ദര്യമെന്ന് പറയുന്നത് കാഴ്ചയിലല്ല, നമ്മുടെ ആരോഗ്യത്തിലാണ്. അതുകൊണ്ട് നമ്മളിത് പറഞ്ഞു നിർത്തുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. ഈ സമൂഹം നമ്മുടെ തലയിൽ വെച്ചു തരുന്ന സൗന്ദര്യ സങ്കല്പങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഇനിയും വിശ്വസിക്കണോ? അതോ ഓരോ ശരീരവും അതിൻ്റേതായ രീതിയിൽ വ്യത്യസ്തവും ഭംഗിയുള്ളതുമാണെന്ന് മനസ്സിലാക്കി അതിനെ അങ്ങോട്ട് ആഘോഷിക്കുന്ന ഒരു പുതിയ കാഴ്ചപ്പാട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണ്ടേ? ഇതിനെപ്പറ്റി എല്ലാവരും ഒന്ന് ചിന്തിക്കണം കേട്ടോ.